രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ തരൂരിന് ഉറപ്പൊന്നും നൽകിയില്ലെന്ന സൂചന. പാർലമെന്റിലും പാർട്ടിയിലും അവഗണിക്കപ്പെടുന്നുവെന്നാണ് തരൂർ രാഹുലിനോട് പറഞ്ഞത്. പാർട്ടിയിൽ തന്റെ റോൾ എന്ത് എന്ന തരൂരിന്റെ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തരൂരിന്റെയും ചർച്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ തന്റെ റോൾ എന്ത് എന്നൊരു ചോദ്യം ഉയർന്നു വരികയാണ്. അതിന് കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രാഹുലും തരൂരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തു പറയാൻ തരൂർ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. പാർട്ടി പ്രവർത്തനത്തിൽ തനിക്കുള്ള അതിർത്തി സമ്പൂർണമായി രാഹുൽ ഗാന്ധിയോട് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്റെ റോൾ എന്താണ് പാർട്ടിയിൽ എന്നുള്ളതാണ്. അത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുകയാണോ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയാണോ, എന്താണ് എന്ന് ഉറപ്പിച്ച് പറയാമെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. രാഹുൽ തരൂരിനോട് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി കോൺഗ്രസിനില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാർലമെന്റിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പോലും അവസരം നൽകാതെ അവഗണിക്കപ്പെടുന്നു എന്ന് തരൂര് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന സംഘടന തന്നെ രൂപീകരിച്ചത് ശശി തരൂരാണ്. പക്ഷേ അതിന് നേതൃസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് തരൂരിനെ മാറ്റിയിരുന്നു. ഇക്കാര്യത്തിൽ അതിർത്തിയും വളരെ കൃത്യമായി തന്നെ തരൂർ രേഖപ്പെടുത്തി. പക്ഷേ ഇതിലെ പ്രശ്നം തരൂർ ഉയർത്തിയ വിഷയങ്ങൾക്ക് വളരെ കൃത്യമായൊരു മറുപടി, എന്താണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഏത് വഴിയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള മറുപടി രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു കൃത്യമായ മറുപടി നൽകാത്തത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അനൂപ്? കൃത്യമായ മറുപടി നൽകാത്തത് ചില പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. ശശി തരൂർ പാർട്ടി വിടും, മറ്റ് ചില പാർട്ടികളുമായി ചർച്ച നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ചാഴ്ചയായി ഡൽഹിയിൽ സജീവമായി ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിന്റെ ആ നിലയിൽ ഏതെങ്കിലും പദ്ധതികളുണ്ടോ എന്ന കാര്യമൊക്കെ വിഷയമാണ്. എന്തായാലും കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട കൂടിയായ പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോഴും ശശി തരൂര്. അതുകൊണ്ട് എടുത്തുചാടിയുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു.